നമസ്കാരം സുഹൃത്തുക്കളെ, 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 16 ആയി ഇന്ന്. അപ്പൊ ഇന്ന് പഠിക്കേണ്ട SCRT ചാപ്റ്റർ 5ാം ക്ലാസ് SCRT സയൻസ് ചാപ്റ്റർ 9 ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം. ഇനി ഒരു ചാപ്റ്റർ കൂടെ പഠിക്കുമ്പോഴത്തേക്കും 5ാം ക്ലാസ് തീർന്നു. 5ാം ക്ലാസ്സിലെ സയൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനൊപ്പം ഓരോ ദിവസം നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിന്റെ നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് സയൻസ് മന്ത്രം എടുത്തിട്ട് അതിനകത്തെ ചോദ്യങ്ങളും കൂടി പ്രാക്ടീസ് ചെയ്ത് രാത്രിയുള്ള എക്സാമും കംപ്ലീറ്റ് ആയാലേ ഒരു ദിവസത്തെ പോർഷൻ ഫുള്ളായിട്ട് നിങ്ങൾ സെറ്റ് ആയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി എന്തുവാ? എക്സാം എക്സാം എക്സാം, റിവിഷൻ റിവിഷൻ റിവിഷൻ. റിവിഷനും എക്സാം ഇല്ലാതെ ശരിയാവത്തില്ല. നമ്മൾ പഠിക്കുന്നതിന് ഒരു പൂർണ്ണത വരത്തില്ല. വെറുതെ ഇങ്ങനെ പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, എക്സാം മസ്റ്റ് ആയിട്ട് എഴുതണം എന്നുള്ളത്. അപ്പൊ വലിച്ചു നീട്ടുന്നില്ല, ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാരെയും വെൽക്കം ചെയ്യാം. അഞ്ചാം ക്ലാസ് സയൻസ് 9ാമത്തെ ചാപ്റ്റർ ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം. ചെറിയൊരു ചാപ്റ്റർ ആണ്. എന്നിരുന്നാലും ബഹിരാകാശത്തെ പറ്റി ഒരു അവബോധം 5ാം ക്ലാസ്സിലെ പിള്ളേർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ചാപ്റ്റർ ആണ്. ചാപ്റ്ററിലേക്ക് പോവാം. ഇതില് ആദ്യത്തെ പോയിന്റ്, പഠിക്കാനുള്ള ആദ്യത്തെ പോയിന്റ്, ഒരു ബോൾ ഇവിടെ കാണിച്ചേക്കുന്നില്ലേ? എന്തിനാ ഈ ബോൾ ഇങ്ങനെ കാണിച്ചേക്കുന്നത്? അതിന്റെ കൺക്ലൂഷൻ മതി നമുക്ക്. ഭൂമിക്ക് ഗോളാകൃതിയാണ്. ഭൂമി ഒരു ഗോളമാണെന്ന് നമുക്കറിയാം. അപ്പൊ ഭൂമിയുടെ ഗോളാകൃതി നേരിൽ കാണാൻ ആദ്യമായി അവസരം ലഭിച്ച വ്യക്തി ആര്? അതാണ് നമുക്ക് പഠിക്കേണ്ട ആദ്യത്തെ ചോദ്യം. യൂറി ഗഗാറിൻ. ഭൂമിയുടെ ഗോളാകൃതി നേരിൽ കാണാൻ ആദ്യമായി അവസരം ലഭിച്ചത് ആർക്കാ? യൂറി ഗഗാറിന്. ബഹിരാകാശ യാത്ര നടത്തിയാണ് ഗഗാറിൻ ഈ കാഴ്ച ആദ്യമായി കണ്ടത്. ഇനി എന്താണ് ബഹിരാകാശം? സ്പേസ്. ഭൂമിയോടൊപ്പം കാണുന്ന അന്തരീക്ഷവും ഭൂമിയുടെ ഭാഗം തന്നെയാണ്. ഭൂമിയോടൊപ്പം കാണുന്ന അന്തരീക്ഷവും ഭൂമിയുടെ ഭാഗം തന്നെയാണ്. മുകളിലേക്ക് ചെല്ലും തോറും വായുമണ്ഡലം നേർത്താണ് വരുന്നത്. അപ്പൊ ഭൂമിയോടൊപ്പം കാണുന്ന അന്തരീക്ഷവും ഭൂമിയുടെ ഭാഗമാണ്. ഭൂമിയോടൊപ്പം കറങ്ങുന്ന അന്തരീക്ഷം ഭൂമിയുടെ ഭാഗമാണ്. മുകളിലേക്ക് ചെല്ലും തോറും വായുമണ്ഡലം നേർത്ത് അതിന്റെ തിക്നെസ് കുറഞ്ഞു വരുന്നു. ഇനി എന്താണ് ബഹിരാകാശം? ഭൂമിയുടെ അന്തരീക്ഷത്തിന് അപ്പുറമുള്ള വിശാലമായ ശൂന്യപ്രകാശമാണ് ബഹിരാകാശം. ഭൂമിയുടെ അന്തരീക്ഷത്തിന് അപ്പുറമുള്ള വിശാലമായ ശൂന്യപ്രകാശമാണ് ബഹിരാകാശം. ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏതാണ്? ചന്ദ്രനാണ്. ഭൂമിക്ക് ചുറ്റും ബഹിരാകാശമുണ്ട്. ഭൂമി ബഹിരാകാശത്തിലെ അനേകം കോടി ഗോളങ്ങളിൽ ഒന്ന് മാത്രമാണ്. ബഹിരാകാശം ശൂന്യമാണോ? ശൂന്യം എന്ന് ജസ്റ്റ് പറയുമെങ്കിലും ശൂന്യം ഒന്നും അല്ല. എന്തുമാത്രം കാര്യങ്ങളാണ് ബഹിരാകാശത്തുള്ളത്. ഭൂമി ബഹിരാകാശത്തിലെ അനേകം കോടി ഗോളങ്ങളിൽ ഒന്ന് മാത്രമാണ്. അതിലെ ഒരു കണികയാണ് നമ്മള്. എന്നിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടില്ലേ? നമ്മുടെ കണ്ണിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ മുകളിലോട്ട് പോകുന്നൊരു വീഡിയോ. പണ്ട് വാട്സാപ്പിലൊക്കെ വൈറലായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നേ. നമ്മുടെ കണ്ണിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ മുകളിലോട്ട് പോയി ഇങ്ങനെ ഓരോ പ്ലാനറ്റ് കഴിഞ്ഞ് അങ്ങനെയൊക്കെ പോയി ഉള്ളൊരു വീഡിയോ ഉണ്ട്. അപ്പം മനസ്സിലാവും നമ്മൾ എന്തുമാത്രം ചെറുതാണെന്ന്. ആ ചെറിയ നമ്മളാണ് ഇവിടെ കിടന്ന് ഈ ബഹളമൊക്കെ കാണിക്കുന്നതെന്ന് ഓർത്തോണം. അപ്പോൾ ഭൂമിക്ക് ചുറ്റും ബഹിരാകാശമുണ്ട്. ഭൂമി ബഹിരാകാശത്തിലെ അനേകം കോടി ഗോളങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഇനി ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏതാ? ചന്ദ്രനാണ്. അപ്പൊ പഠിക്കേണ്ട പോയിന്റ്സ് ഞാൻ പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയുന്നത്. പിന്നെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാന്ന് പറഞ്ഞു? യൂറി ഗഗാറിൻ ആണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി. യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിയത് എന്ന് 1961 ഏപ്രിൽ മാസം 12 സോവിയറ്റ് യൂണിയന്റെ വോസ്റ്റോക്ക് 1 എന്ന ബഹിരാകാശ പേടകത്തിലാണ് യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് എത്തിയത്. അപ്പൊ അവിടെ 4 ചോദ്യമുണ്ട്. ആദ്യത്തെ ചോദ്യം, ആദ്യ ബഹിരാകാശ സഞ്ചാരി ആര്? യൂറി ഗഗാറിൻ. യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് എത്തിയത് എന്ന് 1961 ഏപ്രിൽ 12. യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച പേടകം ഏത്? വോസ്റ്റോക്ക് 1. വോസ്റ്റോക്ക് 1 എന്ന ബഹിരാകാശ പേടകം ഏത് രാജ്യത്തിൻ്റെതായിരുന്നു? സോവിയറ്റ് യൂണിയൻ. ഇത്രയാണ് ഈ ഒരു പോയിന്റിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇനി മനുഷ്യൻ മാത്രമല്ല, ജീവികളെ എത്തിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് എത്തിയ ജീവി ഏതാ? ലൈക്ക എന്ന നായയാണ് ആദ്യമായിട്ട് എത്തിയത്.
ഇനി എന്തുവാ കൃത്രിമ ഉപഗ്രഹങ്ങൾ? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ഭൂമിയുടെ ഉപഗ്രഹമാണ്, അല്ലാതെ കൃത്രിമമായിട്ട് മനുഷ്യൻ വിടുന്ന കുറെ ഉപഗ്രഹങ്ങളുണ്ടല്ലോ, അതാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. എന്ന് വെച്ചാൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യർ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപകരണങ്ങൾ അടങ്ങിയ പേടകങ്ങളാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് പല രാജ്യങ്ങളുടേതായ ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങളാ ഭൂമിയെ ചുറ്റുന്നത്. എന്തെല്ലാം ആവശ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ഉപയോഗങ്ങൾ എന്തെല്ലാമാ? ആദ്യത്തേത് കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ഉപയോഗങ്ങളാ പറയുന്നത്. ആദ്യത്തേത് ഭൂവിഭവങ്ങൾ കണ്ടെത്താൻ വേണ്ടി. ഭൂവിഭവങ്ങൾ എന്ന് പറയുമ്പോൾ പെട്രോളിയം, ധാതു ലവണങ്ങൾ മുതലായ ഭൂവിഭവങ്ങൾ, എർത്തിലെ റിസോഴ്സസ് കണ്ടെത്താൻ വേണ്ടി ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിനെ അയക്കാറുണ്ട്. മത്സ്യസമ്പത്ത് കണ്ടെത്താൻ വേണ്ടിയിട്ട്, കാലാവസ്ഥ പഠനത്തിന് വേണ്ടിയിട്ട്, പിന്നെ വാർത്താവിനിമയം, TV, റേഡിയോ, മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് മുതലായ വാർത്താവിനിമയം സാധ്യമാക്കാൻ, സൈനിക പ്രതിരോധ പ്രവർത്തനങ്ങൾ, ബഹിരാകാശ ഗവേഷണം, കര, സമുദ്ര, വ്യോമ ഗതാഗതങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകൽ, വനഭൂമികൾ, തണ്ണീർത്തടങ്ങൾ എന്നിവയെ കുറിച്ചുള്ള പഠനം. ഇതിനൊക്കെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? കൃത്രിമ ഉപഗ്രഹങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? സ്പുട്നിക് 1. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാ? സ്പുട്നിക് 1 സ്പുട്നിക് 1 ഏത് രാജ്യത്തിന്റെ സംഭാവനയാ? സോവിയറ്റ് യൂണിയന്റെ സംഭാവനയാണ് സ്പുട്നിക് 1. സ്പുട്നിക് 1 വിക്ഷേപിച്ച വർഷം 1957 ഒക്ടോബർ മാസം 4. 1957 ഒക്ടോബർ മാസം 4 സ്പുട്നിക് 1 വിക്ഷേപിച്ചത്. 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. ഈ സ്പുട്നിക് 1 വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം തന്നെ ആരംഭിക്കുന്നത്. ഇനി അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ വാരമായി ആഘോഷിക്കുന്നത് ഒക്ടോബർ 4 മുതൽ 10 വരെയാണ്. അന്താരാഷ്ട്ര തലത്തില് ബഹിരാകാശ വാരമായി ആഘോഷിക്കുന്നത് ഒക്ടോബർ 4 മുതൽ 10 വരെയാ. ഏത് ഉടമ്പടിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ബഹിരാകാശ വാരാചരണം നടക്കുന്നത്? അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെ ഓർമ്മയ്ക്കായിട്ടാ. അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ബഹിരാകാശ വാരാചരണം നടക്കുന്നത്. ഈ അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നടന്നത് 1959 ഒക്ടോബർ മാസം 10. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975. ഇനി അമേരിക്കയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണം നടന്ന വർഷം 1958 അമേരിക്കയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണം നടന്നത്. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവി ഏതാ? ലൈക്ക എന്ന നായ്ക്കുട്ടിയാണ് ആദ്യമായിട്ട് ബഹിരാകാശത്ത് എത്തിയ ജീവി. സോവിയറ്റ് യൂണിയന്റെ ലൈക്ക ബഹിരാകാശത്തെത്തിയ വർഷം 1957 സോവിയറ്റ് യൂണിയന്റെ ലൈക്ക ബഹിരാകാശത്ത് എത്തിയത്. ഇനി അടുത്തത് വിക്ഷേപണ വാഹനങ്ങളാ, ലോഞ്ചിങ് വെഹിക്കിൾസ്. ഈ ബഹിരാകാശ പഠനത്തിന് വേണ്ടി കൃത്രിമോപഗ്രഹങ്ങളെയും അതുപോലെ മനുഷ്യനെയും ഒക്കെ ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനങ്ങളെയാ എന്ന് പറയുന്നത് റോക്കറ്റ്. റോക്കറ്റ് നമ്മളും വിടാറുണ്ട്. ദീപാവലിക്കും വിഷുവിനും പെരുന്നാളിനും ക്രിസ്മസിനും ഒക്കെ നമ്മളും റോക്കറ്റ് വിടാറുണ്ടല്ലോ. ഇത് ആ റോക്കറ്റ് അല്ല. ഇത് ബഹിരാകാശ പഠനത്തിനായി കൃത്രിമ ഉപഗ്രഹങ്ങളെയും മനുഷ്യനെയും ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനമാണ് റോക്കറ്റ്. ഈ റോക്കറ്റിന്റെ പ്രധാന മുഖ്യ ധർമ്മം എന്തുവാ? ഭൂമിയുടെ ആകർഷണത്തെ അതിജീവിച്ച് മനുഷ്യനെയും ഉപഗ്രഹങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കുക എന്നതാണ് റോക്കറ്റിന്റെ ധർമ്മം. ഭൂമിയുടെ ആകർഷണത്തെ, ഭൂമിക്ക് പിടിച്ചു വെക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ. അപ്പൊ ഭൂമിയുടെ ആകർഷണത്തെ അതിജീവിച്ചിട്ട് മനുഷ്യനെയും ഉപഗ്രഹങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കുക എന്നതാണ് റോക്കറ്റുകളുടെ ധർമ്മം. ഇനി മനുഷ്യൻ ഇന്നേ വരെ നിർമ്മിച്ച റോക്കറ്റുകളിൽ ഏറ്റവും വലുത് സാറ്റേൺ 5 ആണ്. ഇത് USA സാറ്റേൺ 5. മനുഷ്യൻ ഇന്നേ വരെ നിർമ്മിച്ച റോക്കറ്റുകളിൽ ഏറ്റവും വലുതാണ് സാറ്റേൺ 5. ഇനിയില്ലേ, ബഹിരാകാശത്ത് യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാ? രാകേഷ് ശർമ്മയാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ. വർഷം 1984. 1984 ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊന്നാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയത്.
ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. ഇനി ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാ? കൽപ്പന ചൗളയാണ്. കൽപ്പന ചൗള. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ്. അദ്ദേഹത്തിന് പുറമെ കൽപ്പന ചൗള, സുനിത വില്യംസ് ആണ് രണ്ടാമത്തെ വനിത എന്നീ ഇന്ത്യൻ വംശജരും ബഹിരാകാശത്ത് പോയിട്ടുണ്ട്. തന്റെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രക്കിടയിൽ കൊളംബിയ സ്പേസ് ഷട്ടിലിനുണ്ടായ അപകടത്തിൽപ്പെട്ട് കൽപ്പന ചൗള ദാരുണമായി മരണമടഞ്ഞു. അടുത്ത പോയിന്റിൽ ഒരു തിരുത്തുണ്ട്. ഇതുവരെ ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം കഴിച്ചു കൂട്ടിയ വരുന്നത് ഇപ്പോ ക്രിസ്റ്റീന കോച്ചാണ്. ക്രിസ്റ്റീന കോച്ച് 328 ദിവസമാണ് എന്നാണ് കഴിച്ചു കൂട്ടിയത് ബഹിരാകാശത്ത്. ഇപ്പൊ ക്രിസ്റ്റീന കോച്ച് ബ്രേക്സ് റെക്കോർഡ് ഫോർ ലോങ്സ്റ്റ് സിംഗിൾ സ്പേസ് ഫ്ലൈറ്റ് ബൈ എ വുമൺ. ഇവിടെ ഒരു ചിത്രം കാണിച്ചേക്കുന്നുണ്ട്. സുനിത വില്യംസ് ബഹിരാകാശ നിലയത്തിൽ. ഇവിടെ സുനിത വില്യംസിന്റെ അനുഭവങ്ങളാണ്. ഭൂമിയിലെ രാത്രിയും പകലും ഒരേ സമയം കാണാനാകുന്നു. ഉറുമ്പിനെ പോലെ തന്നെ സഞ്ചരിക്കും. ഭാരം അനുഭവപ്പെടുന്നില്ല. ശ്വസിക്കാനുള്ള വായു ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകണം. മെത്തയിൽ കിടന്ന് സുഖമായി ഉറങ്ങാനാവില്ല. പകൽ പോലും നക്ഷത്രങ്ങളെ കാണാം. ഇതൊക്കെ ബഹിരാകാശത്ത് എത്തിയപ്പോഴൊക്കെ ഉള്ള സുനിത വില്യംസിന്റെ അനുഭവങ്ങളാണ്. ഇനി മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതെന്ന 1969 ജൂലൈ മാസം 21 മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയത്. 1969 ജൂലൈ മാസം 21 ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയവർ ആരൊക്കെയാണ്? നീൽ ആംസ്ട്രോങ്, അമേരിക്ക. ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് ആരൊക്കെയാ? നീൽ ആംസ്ട്രോങ്, അമേരിക്ക. എഡ്വിൻ ബസ് ആഡ്രിൻ, അമേരിക്ക. ഇവർ രണ്ടുപേരുമാണ് ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയത്. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയാണ് നാസ. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയാണ് ഏത്? നാസ. ഇനി ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങാൻ ഉപയോഗിച്ച നാസയുടെ വാഹനം അപ്പോളോ 11. അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിലാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത്. ആദ്യ ചാന്ദ്രയാത്രയിൽ അപ്പോളോ 11 എന്ന വാഹനം നിയന്ത്രിച്ചിരുന്നത് ആരാ? മൈക്കൽ കോളിൻസ് ആണ് ആദ്യ ചാന്ദ്രയാത്രയിൽ അപ്പോളോ 11 എന്ന വാഹനം നിയന്ത്രിച്ചിരുന്നത്. ഇദ്ദേഹമേ 2021 ഏപ്രിൽ 28 ഇദ്ദേഹം അന്തരിച്ചത്. അപ്പോ ഇങ്ങനെ കുറെ വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒന്നുകൂടെ ഓർത്ത കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ മൈക്കൽ കോളിൻസ് ആണ് ആദ്യ ചാന്ദ്രയാത്രയിൽ അപ്പോളോ 11 എന്ന വാഹനം നിയന്ത്രിച്ചിരുന്നത്. ഇനി അന്താരാഷ്ട്ര ചാന്ദ്ര ദിനം എന്ന ജൂലൈ മാസം 21. ജൂലൈ 21 അന്താരാഷ്ട്ര ചാന്ദ്ര ദിനം. മനുഷ്യൻ ചന്ദ്രനിൽ നടക്കുന്ന ചിത്രമായിരിക്കും അവിടെ കാണിച്ചേക്കുന്നത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികൾക്ക് തുടക്കമിട്ട വ്യക്തി ആരാ? വിക്രം സാരാഭായി ആണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികൾക്ക് തുടക്കമിട്ട വ്യക്തി. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും വിക്രം സാരാഭായി ആണ്. ബഹിരാകാശ പദ്ധതികൾക്ക് തുടക്കമിട്ട വ്യക്തി വിക്രം സാരാഭായി. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും വിക്രം സാരാഭായി ആണ്. ഈ ഒരു ബോക്സ് ഇമ്പോർട്ടന്റ് ആണ്. വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികളാണ്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ISRO. USA നാസ. യൂറോപ്പിൻ്റെത് ESA ആണ്, യൂറോപ്യൻ സ്പേസ് ഏജൻസി. ജപ്പാൻ്റെത് ജാക്സ. റഷ്യയുടേത് RSA. ചൈനയുടേത് CNSA. ഇന്ത്യയുടേത് ISRO, USA നാസ, യൂറോപ്പിൻ്റെത് ESA, ജപ്പാൻ്റെത് ജാക്സ, പിന്നെ റഷ്യയുടേത് RSA, ചൈനയുടേത് CNSA ആണ്. ഇനിയില്ലേ ഇൻസാറ്റ് എന്ന് പറയുന്നത് ഉപഗ്രഹമാണ്. എന്തിനു ഉപയോഗിക്കുന്ന ഉപഗ്രഹമാണ്? വാർത്താവിനിമയത്തിന് ആശ്രയിക്കുന്ന ഉപഗ്രഹമാണ് ഇൻസാറ്റ്. ടെലിവിഷൻ, മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് മുതലായ വാർത്താവിനിമയ സംവിധാനങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുന്ന ഉപഗ്രഹമാണ് ഇൻസാറ്റ്. ഇനി IRS എന്ന് പറയുന്നത് ഭൂവിഭവ പഠനം, അതുപോലെ കാലാവസ്ഥാ പഠനം, മത്സ്യബന്ധനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഉപഗ്രഹമാണ് IRS. ഭൂവിഭവ പഠനം, കാലാവസ്ഥാ പഠനം, മത്സ്യബന്ധനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഉപഗ്രഹമാണ് IRS. ഇനി എഡ്യൂക്കേഷണൽ സാറ്റലൈറ്റ്. ഇപ്പോൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി നാം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ്. വിക്ടേഴ്സ് ചാനൽ, നമ്മുടെ എഡ്യൂക്കേഷൻ ചാനലല്ലേ വിക്ടേഴ്സ്. എഡ്യൂസാറ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സാറ്റലൈറ്റ്. അപ്പോൾ വാർത്താവിനിമയത്തിന് നാം ആശ്രയിക്കുന്ന ഉപഗ്രഹമാണ് ഇൻസാറ്റ്. ഭൂവിഭവ പഠനം, കാലാവസ്ഥാ പഠനം, മത്സ്യബന്ധനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവയാണ് IRS. വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി നാം പ്രയോജനപ്പെടുത്തുന്ന ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ്.
ഈ ഇൻസാറ്റ് IRS പരമ്പരകളിൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒട്ടേറെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ട്. ഇൻസാറ്റ് 1A മുതലായവയൊക്കെ വിക്ഷേപിച്ചതാണ്. ഇനി അടുത്തത് ചന്ദ്രയാനാണ്. ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ പദ്ധതിയാണ് ചന്ദ്രയാൻ. ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ പദ്ധതിയാണ് ചന്ദ്രയാൻ. ചന്ദ്രയാൻ 1 കഴിഞ്ഞു, ചന്ദ്രയാൻ 2 കഴിഞ്ഞു, ചന്ദ്രയാൻ 3 നടക്കാനിരിക്കുന്നു. ഇനി ഇന്ത്യയുടെ പ്രഥമ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചതെന്ന 2008 ഒക്ടോബർ മാസം 22-നാണ്. 2008 ഒക്ടോബർ മാസം 22-നാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയത് ചന്ദ്രയാനാണ്. ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയത് ചന്ദ്രയാനാണ്. ഇനി ചന്ദ്രയാൻ 2 അതുപോലെ ചൊവ്വാ ദൗത്യമായ മംഗൾയാൻ. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യമാണ് മംഗൾയാൻ. ഇന്ത്യയുടെ സൗരദൗത്യം ഏതാ? ആദിത്യ. പ്രീവിയസ് ആണ് ഈ ചോദ്യം. ഇന്ത്യയുടെ സൗരദൗത്യത്തിന്റെ പേരെന്താണ്? ആദിത്യ എന്നതാണ്. ഇവയൊക്കെ ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികളിൽ ഉൾപ്പെടുന്നു. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളേ, വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇതില് വിലയിരുത്താം ചോദ്യങ്ങളും അങ്ങനെ ഒന്നുമില്ല. എല്ലാം ഗ്രൂപ്പ് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ. മനസ്സിലായില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. ടെലഗ്രാം ചാനൽ മസ്റ്റായിട്ട് കയറി ജോയിൻ ചെയ്തോളാം. ഇന്ന് നമ്മുടെ ഡേ എത്രയാ? ഡേ 16 ആണ്. അപ്പോൾ ഇന്നത്തെ പോർഷൻസ് എല്ലാം പഠിച്ച് രാത്രി എക്സാം ഉണ്ട്, സെറ്റ് ആവുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.